നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ റോൾ ഓഫ് SMC. നമ്മൾ ചൈൽഡ് റൈറ്റ് ക്ലബിന്റെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെയാണ് അടുത്തത് SMC. ഇത് നമ്മൾ ഈ സെമ്മിൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് SMC എന്നുള്ളത്. അപ്പോൾ SMC എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റീസ് ആണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് കേട്ടറിവുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒക്കെ മക്കൾ സ്കൂളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ SMCs എന്താന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താണ് റോൾ ഓഫ് SMC എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്കൂളിലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങള് ഏറ്റെടുത്ത് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന കമ്മിറ്റികളെയാണ് SMC എന്ന് പറയുന്നത്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ പാരന്റ്സ്, അതേപോലെ തന്നെ ടീച്ചേഴ്സ്, മാനേജ്മെന്റ് എല്ലാവരും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് മാനേജ്മെന്റ് മാത്രമുള്ള ഒരു കമ്മിറ്റി ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, ലൈക്ക് ചിലപ്പോൾ അത് PTA നമ്മള് പാരന്റ്സ് ടീച്ചർ അസോസിയേഷൻ, അതിൽ തന്നെ മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള SMCs ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് മാത്രമായിട്ട് വേറെ SMC തന്നെ ആയിട്ടുണ്ട് കേട്ടോ. സോ ഈ മെയിൻ എന്താണ്? പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, എന്താണ് നടക്കേണ്ടത്, അവിടെ ഓരോ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ SMCയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെയാണ് അക്കാഡമിക് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഓരോ കുട്ടികളുടെയും അക്കാഡമിക്സ് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്, അതിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇവാലുവേഷൻ ആണ് നമ്മൾ അവിടെ നടത്തേണ്ടത്, അതിന്റെ ഇംപ്രൂവ്മെന്റ് എന്താണ്, അതെല്ലാം നോക്കുന്ന ആരാണ്? SMCs ആണ്. ദെൻ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഞാൻ പറഞ്ഞു ഇവിടെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മള് പാരന്റ്സ് അസോസിയേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പുറമേ നിന്നുള്ള കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതിനെയാണ് നമ്മൾ SMCന്റെ ഒരു റോളായിട്ട് പറയുന്നത്. ദെൻ പ്രൊമോട്ടിംഗ് ചൈൽഡ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ഈ ചൈൽഡ് റൈറ്റിനെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതൊക്കെ ഈ SMCയുടെ റോളാണ് കേട്ടോ. ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എന്താണ്? സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മാക്സിമം എല്ലാവരിലേക്കും ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, നെക്സ്റ്റ് മന്ത് ഇന്ന കാര്യങ്ങളുണ്ട്, അത് മാക്സിമം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് SMCയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്കിവിടെ നോക്കാനുള്ളത് ചാലഞ്ചസ് ഓഫ് ടീച്ചേഴ്സ് ആസ് ചൈൽഡ് റൈറ്റ്സ് പ്രാക്ടീഷണേഴ്സ്. എന്തൊക്കെയാണ്? നമുക്കറിയാം ഇതെല്ലാം പറയാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആസ് എ ടീച്ചർ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയൊക്കെ. അതായത് മെയിൻ ആയിട്ട് എന്താണ് ഇതിലുള്ള ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, teachers play a critical role in protecting children's rights and promoting their well-being within the school environment. However, they also face several challenges in fulfilling this role effectively. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ടീച്ചറിന് അറിയണം. പക്ഷേ ഓൾറെഡി ഭയങ്കര വർക്ക് പ്രഷറും ഭയങ്കര എന്താ പറയാ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ക്ലാസ്സിലാണെങ്കിൽ ഓരോ കുട്ടിയുടെയും ഹിസ്റ്ററി അറിയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. പറയാൻ എന്ത് എളുപ്പം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്നാണ് പറയുന്നത്. ഒന്ന് പ്രോപ്പർ ട്രെയിനിങ് ഇല്ല, ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് റിസോഴ്സസ്. അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ BEd കഴിഞ്ഞിട്ട് നമുക്കറിയാം, നമ്മൾ BEd 4th സെം ആയില്ലേ, ഈ നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് ഇപ്പൊ ഫസ്റ്റ് സെം എഴുതി, സെക്കൻഡ് സെം എഴുതി അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ സെമ്മിലും ഇപ്പൊ സെക്കൻഡ് സെം നിങ്ങളിപ്പോ എഴുതുകയാണ്. അപ്പൊ ഈ ഓരോ സെമ്മിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സൈക്കോളജിയിൽ ഇപ്പൊ ഈ അന്നത്തെ തിയറി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഒരു ക്ലാസ് പോയിട്ട് നമുക്ക് ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇന്നത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ട്രെയിനിങ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെയിനിങ് ടീച്ചേഴ്സിന് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ലാർജ് ക്ലാസ് സൈസ് ആൻഡ് ഹെവി വർക്ക് ലോഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് 10-40 കുട്ടികളുടെ സ്ട്രെങ്ത് ഉള്ള ഒരു ക്ലാസ് വരുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും പാരന്റ്സിനെ വിളിച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം, ഇത്രയും പേര് ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യണം, മാർക്ക് അത് കറക്റ്റ് ചെയ്യണം പ്രോപ്പർ ടൈമിന്. അതിന്റെ ഇടയിൽ കൂടെ പാരന്റ്സ് ടീച്ചർ മീറ്റിംഗ്, പിന്നെ ടീച്ചർ മീറ്റിംഗ് വേറെ, കോഴ്സസ്, അത് ഇത് പറഞ്ഞിട്ട് ഭയങ്കര വർക്ക് ലോഡ് ആയിരിക്കും. ദെൻ ലിമിറ്റഡ് സപ്പോർട്ട് ഫ്രം സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, ടീച്ചേഴ്സ് ഇതിനെല്ലാം റെഡി ആണെന്നുണ്ടെങ്കിലും പക്ഷെ സ്കൂൾ മാനേജ്മെന്റ്സ് ഇതിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആവണമെന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ,
ദെൻ ലാക്ക് ഓഫ് ക്ലിയർ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോപ്പർ ഗൈഡ് ലൈനോ പ്രോട്ടോകോളോ ഇല്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രോപ്പർ ഗൈഡ് ലൈൻസ് എന്താണ്, എങ്ങനെയാണ് അത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പലപ്പോഴും ടീച്ചേഴ്സിന് അറിയാത്ത കാര്യങ്ങളാണ്. ദെൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സിന് ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് സ്കൂളിന് ഒരു ഇഷ്യൂ ആവണ്ട എന്നുള്ള രീതിയിൽ നമ്മളത് പുറത്ത് വിടുകയില്ല. ഓക്കെ. ദെൻ ലിമിറ്റഡ് ആക്സസ് ടു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. എന്താണ്, ഇപ്പൊ ടീച്ചേഴ്സിനാണെങ്കിലും അതേപ്പോ നമുക്കറിയാം കുട്ടികളെ പഠിപ്പിക്കുക അതൊക്കെ നമുക്കറിയാം. പക്ഷെ കുട്ടിക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇപ്പോ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആ കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനാണ്, ചൈൽഡ് സൈക്കോളജിസ്റ്റിനാണ് കുറച്ചും കൂടി നീറ്റായിട്ട് പറയാൻ പറ്റുക. അപ്പൊ ആ രീതിയിൽ ടീച്ചേഴ്സിന് ഒരു ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താ പറയാ, ഒരു ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ടുള്ള ആ ഒരു ആക്സസ് വളരെ കുറവാണ്. പിന്നെ എങ്ങനെ ഡീൽ ചെയ്യണം ട്രോമാസ് ഒക്കെ, ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിലും അതെ ടീച്ചേഴ്സ് ആണെങ്കിലും അതെ, നമുക്കിപ്പോ പല ട്രോമാസ് ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഉള്ളിൽ തട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ഉണ്ടാവുന്ന, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോ ഉണ്ടാവുന്ന ആ ട്രോമാസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെ പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വേറെ. അതായത് ഇപ്പൊ ചിലപ്പോൾ ടീച്ചേഴ്സ് എല്ലാത്തിനും റെഡി ആവും, പാരന്റ്സ് ഒന്നും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ വീട്ടിലത്തെ കാര്യം എന്തിനു ഞാൻ ആ ടീച്ചറോട് പറയണം എന്നുള്ള രീതിയിലുള്ള പാരന്റ്സ് ഉണ്ടാവാം. അതേപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ. അപ്പൊ പാരന്റ്സ് സൈഡിൽ നിന്ന് ഭയങ്കര ഈ റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനോ പറ്റാത്ത സിറ്റുവേഷൻസും ഒരുപാടാണ്. പിന്നെ ഇത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുക, ഇതിൽ തന്നെ നമുക്ക് പറയാം അത് പിയർ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെയുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് സാലറി ഇഷ്യൂസ് നമുക്ക് പറയാം. അതായത് ഇപ്പൊ ചെറിയ സാലറിക്ക് ഒരുപാട് വർക്ക് ലോഡിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്തുള്ള പ്രഷർ, അതെല്ലാം നമുക്കിതിൽ പറയാം കേട്ടോ. അപ്പൊ എന്തൊക്കെ നമ്മൾ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറഞ്ഞാലും ആസ് എ ടീച്ചർ നമുക്കത് ഫോളോ ചെയ്യാൻ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഇപ്പൊ നോക്കിയത്, എന്താണ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ നോക്കി, അതിന്റെ കീ ഫീച്ചേഴ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നോക്കി. അപ്പൊ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്. അതേപോലെ തന്നെ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ സേഫ് ഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ സ്കൂൾ. ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിന്റെ കീ ഫീച്ചേഴ്സ് എഴുതി വെക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ആ ടോപ്പിക് ചാലഞ്ചസ്, അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം നോക്കി നമുക്ക് ജനറൽ ആയിട്ട് എഴുതാവുന്ന ഒരു ചാപ്റ്റർ ആണത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.